നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുത്ത് അങ്ങോട്ട് ചെല്ല്. മോനെ അനുമോളെ, ഞങ്ങൾ നിന്നെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങായിരുന്നു. അത് അച്ഛാ, എന്താണോ നിങ്ങൾ പെട്ടെന്ന് വന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രഘുവേട്ടാ, അവിടെ പോലീസ് വന്നിരുന്നു. പോലീസ്? ഏട്ടത്തി ബുദ്ധിപൂർവ്വം പോലീസിന് പിടികൊടുക്കാതെ മാറി നിന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏത് നിമിഷവും പോലീസ് ഏടത്തിയെ തെരഞ്ഞു വരാം. മോളെ, രഘുമനെ പെട്ടെന്ന് വണ്ടി എടുക്ക്. ഇവിടെ സുരക്ഷിതമല്ല. നമുക്ക് വേഗം പഞ്ചരത്നത്തിലേക്ക് തന്നെ പോവാം. ഇല്ല അച്ഛാ, ഞാൻ എങ്ങോട്ടും ഇല്ല. പോലീസ് എനിക്ക് പകരം ഇന്ദ്രേട്ടനെ പിടിച്ചോണ്ട് പോയിരിക്കുക. ഇന്ദ്രേട്ടൻ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോ എനിക്ക് എവിടെയും പോയി രക്ഷപ്പെടണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണോ? ഇനി നീ പോലീസിന് പിടികൊടുത്ത ഇപ്പൊ അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ പക കൂടി അവർ നിന്നോട് കാണിക്കില്ലേ? ഇന്ദ്രനെതിരെ തെളിവുകളൊന്നുമില്ലാതെ അവർക്ക് അവനെ ഒന്നും ചെയ്യാനാവില്ല. നിന്റെ കാര്യം അതല്ലല്ലോ മോളെ. അവര് നിന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് ഹാജരാക്കും. അതെ അനു, നീ അച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കും. അതെ ചേച്ചി, ഇന്ദ്രേട്ടനൊന്നും വരില്ല. അതൊക്കെ ബാക്കിയുള്ളവർ നോക്കിക്കോളും. തൽക്കാലം ചേച്ചി എങ്ങോട്ടെങ്കിലും മാറിയിരിക്കുന്നത് തന്നെയാ നല്ലത്. നോക്കാൻ ചേരൂ. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇന്ദ്രേട്ടന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ദ്രേട്ടൻ പോലീസിന് കൈമാറിയ അവര് പിന്നെ എന്നെ തിരക്കി വരില്ല. അതിനൊരു ഉറപ്പുമില്ലല്ലോ ഏടത്തി. അതിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നവരെയെങ്കിലും ഏടത്തി ഒന്ന് മാറി നിൽക്ക്. പോലീസ് അവിടെ വന്നപ്പോ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലേ സത്യ? ഇവിടുന്നും എന്നെ ആരും കൊണ്ടുപോവില്ല. നീ വേഗം സ്റ്റേഷനിൽ പോയി ഇന്ദ്രേട്ടനെ കണ്ട് ആ തെളിവുകൾ ആരുടെ കയ്യിലാണെന്ന് ചോദിക്ക്. ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷേ, രഘുവേട്ടാ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നീ കയറുന്നില്ല സത്യ? ഇല്ല, പെട്ടെന്ന് ചെല്ലട്ടെ. ചേച്ചി വാ. ചേച്ചി കുടിക്കാൻ വേറെ എന്തെങ്കിലും എടുക്കണോ? വേണ്ട മോളെ, ഇത് മതി. മോനെ, നിനക്കെന്തെങ്കിലും വേണോടാ? മോനെന്നാ ഇവിടുന്ന് കളിച്ചോട്ടാ. അപ്പുറത്തെ മുറിയിലേ ലച്ചൂട്ടിയുണ്ട്, വെക്കാം. എടിയനു, എല്ലാവരും നിന്റെ രക്ഷയോർത്ത് ഇവിടുന്ന് മാറാൻ പറയുന്നത്. ചേച്ചി, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കൊരു മനസ്സില്ലേ. ഇന്ദ്രേട്ടൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പ തന്നെ പോലീസിന് കീഴടങ്ങുമായിരുന്നു. ഇന്ദ്രേട്ടനെ ഇപ്പൊ ചിന്തിക്കുന്നതും ചേച്ചിയെ രക്ഷിക്കുന്നതിനെ കുറിച്ചായിരിക്കും. ചേച്ചി പോലീസിന് പിടികൊടുക്കാത്തോണ്ട് ബാക്കിയുള്ളവര് ചേച്ചിയെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇന്ദ്രേട്ടൻ. അതെ അനു, നിന്നെ സത്യൻ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് പോലീസ് കൊണ്ടുപോയാ അത് ഞങ്ങൾ എങ്ങനെ സഹിക്കൂടി? മോളെ അനു, ദാസ് ഒരു നല്ല അഡ്വക്കേറ്റിനെ കണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുവരെ നീ ഇവിടുന്ന് ദാസന്റെ വീട്ടിലേക്കെങ്കിലും ഒന്ന് മാറിയേ പറ്റൂ. അനു, അങ്കിളിന്റെ വീട് കുറച്ചുകൂടെ സുരക്ഷിതോ?
അവിടേക്ക് നിന്നെ മാറ്റുന്നുള്ള ഒരു സൂചനയും എന്തായാലും പോലീസിന് കിട്ടില്ല. ആ, രഘുവേട്ടാ, മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ടുണ്ടല്ലോ. അത് നമുക്ക് മൂവ് ചെയ്യാം. അതിന് മോള് സൈൻ ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പൊ തന്നെ ദാസിന്റെ വീട്ടിലേക്ക് പോയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. അച്ഛാ, ഞാൻ കുറച്ച് സമയം ഇവിടെ നിന്ന് ഇരിക്കട്ടെ. സത്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. എന്റെ ഉറച്ച വിശ്വാസം ഇന്ദ്രേട്ടന്റെ കയ്യിൽ ആ തെളിവുകളൊക്കെ കിട്ടിക്കാണോന്നാ. എന്ത് തെളിവുകളാ മോളെ? അത്രയും വലിയ തെളിവുകൾ ഇന്ദ്രന്റെ കൈവശമുണ്ടായിട്ടും അവനെന്ത് ഇതുവരെ അത് പുറത്തെടുക്കാതിരുന്നത്? അച്ഛാ, ഇന്ദ്രേട്ടൻ ഞാൻ പോലും അറിയാതെ ആ വീട്ടിൽ ചിലയിടത്തൊക്കെ ഒളിക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ സാങ്കേതിക തകരാറ് കാരണം അതിന്റെ ദൃശ്യങ്ങളൊന്നും ഇന്ദ്രേട്ടന്റെ ഫോണിൽ കിട്ടിയിരുന്നില്ല. ആ ക്യാമറ വെച്ച ടെക്നീഷ്യനും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി പുതിയൊരാളെ കണ്ടുപിടിച്ച് പുറത്തുള്ള 2 ക്യാമറകളും പരിശോധിക്കാനായി കൊണ്ടുപോയി. പിന്നെ കിച്ചണിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പരിശോധിപ്പിക്കാനായിട്ട് ടെക്നീഷ്യന്റെ അടുത്ത് പോയതാ ഇന്ദ്രേട്ടൻ. അനു, ആ പുതിയ ടെക്നീഷ്യൻ ആരാണെന്ന് അനുവിനറിയോ? ഇല്ല രഘുവേട്ടാ, അതെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും തെളിവുകളൊക്കെ ഇന്ദ്രേട്ടന് കിട്ടിക്കാണും. സത്യൻ അറിയാമോ മോളെ ഈ കാര്യങ്ങളൊക്കെ? അറിയില്ല അച്ഛാ, വേറെ ആർക്കും ഒന്നും അറിയില്ല. സത്യനോട് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അച്ഛാ, നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കിവിടുന്ന് മാറാം. അതുപോരെ? ശരി. പ്രതിഭേ, ആ വിനയം വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ വരുന്നതായിരിക്കും. ഒന്നും വിട്ടു പറയണ്ട. നാട് മുഴുവൻ പാടി നടക്കുക മനുഷ്യൻ. ഞാനൊന്നും പറയുന്നില്ല, സോന സംസാരിച്ചാൽ മതി. ഇന്ദ്രൻ എവിടെ സോനെ? ഒന്ന് പെട്ടെന്ന് വിളിക്കാവോ? ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി? ഏട്ടൻ രാവിലെ ഷോപ്പിൽ പോയതാ. അമ്മ അമ്പലത്തിലേക്കും പോയി. ഇന്ദ്രൻ ഷോപ്പിൽ പോകാൻ വഴി